അങ്ങനെ സനാതനധർമ്മം ഏതായാലും പിണറായി വിജയൻ സഖാവ് പൊട്ടിച്ച വെടി പ്രതിപക്ഷ നേതാക്കൾക്കിടയിൽ രണ്ടഭിപ്രായമുണ്ടാക്കുകയും ദേശീയ നേതൃത്വം സനാതനധർമ്മം സംരക്ഷിക്കാനായി രംഗത്തിറങ്ങുകയും ചെയ്തു. ഇതിനു മുമ്പ് നമ്മുടെ തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ മകനാണ് സനാതനധർമ്മത്തിൽ കയറി പിടിച്ചത്. ഇപ്പോൾ പിണറായിയും പിടിച്ചു, കൃത്യമായി പറഞ്ഞു. ഏതാണ്ട് പിണറായി മുന്നോട്ട് വെച്ച അതേ ആശയത്തെ പിന്തുണച്ച് കെ സുധാകരനും സംസാരിച്ചു. പിന്നീട് പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോൾ ആ സനാതനധർമ്മം ഭാരതത്തിൻ്റെ പാരമ്പര്യമാണെന്നും അത് സംഘികൾക്കും മറ്റുള്ളവർക്കും RSSകാർക്കുമായി അടിയറ വെക്കരുതെന്നുമാണ് പറഞ്ഞത്. ആ വിഷയത്തെ ഞാൻ പരിശോധിച്ചപ്പോഴും ചർച്ച നടത്തിയപ്പോഴും ഇതിൽ ചില ഭാഗികമായ സത്യങ്ങളും ചില കാര്യങ്ങളും എല്ലാവരും പറഞ്ഞതിലുണ്ട്. അതിങ്ങനെയാണ് എൻ്റെ ചിന്ത, അല്ലെങ്കിൽ ഞാൻ പലരോട് സംസാരിച്ചപ്പോൾ വിശകലനം ചെയ്ത് എത്തിച്ചേർന്ന നിഗമനം നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്നേ ഉള്ളൂ. ഈ സനാതനധർമ്മം എന്ന് പറയുന്നത് ഈ വിവിധങ്ങളായ പുരാണങ്ങളിലൂടെ വ്യത്യസ്തങ്ങളായ മനുഷ്യജീവിതത്തെയും ബന്ധങ്ങളെയും അത്തരം കാര്യങ്ങളെയുമൊക്കെ ക്രോഡീകരിക്കുന്ന നമ്മുടെ പാരമ്പര്യ പുരാണ കൃതികളുടെ ഒരു സംക്ഷിപ്തം എന്നുള്ള നിലയിലാണ് ഈ സനാതനധർമ്മം എന്ന് പറയുന്നത്. ഹിന്ദു സനാതനധർമ്മം എന്ന് പറയുന്ന ആ സംഗതി വേദങ്ങൾ, അതുപോലെ തന്നെ ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ലിഖിതവും അലിഖിതവുമായ കീഴ്വഴക്കങ്ങൾ, പാരമ്പര്യങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ ഇതെല്ലാം കൂടി ചേർത്ത് വെക്കുന്ന ഒരു സംഗതിയാണ്. ഇതിനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞത് അത് ചാതുർവർണ്ണയത്തെ സാധൂകരിക്കുന്ന ഒരു സംഗതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ ആ പറഞ്ഞത് 100% ശരിയുമാണ്. എന്തെന്ന് വെച്ചാൽ ഞാനിവർ പറഞ്ഞതെല്ലാം കൂടി കൂട്ടി സംയോജിപ്പിച്ചപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രി പറഞ്ഞത് വർണ്ണാശ്രമം എന്ന് പറയുന്നത് അത് ചാതുർവർണ്ണയത്തിൻ്റെയും എല്ലാം കൂടി അടങ്ങുന്നതാണ്, അതിനെതിരെയാണ് ശ്രീനാരായണ ഗുരുദേവൻ രംഗത്ത് വന്നത് എന്നുള്ളതാണ്. നമ്മുടെ കെ സുധാകരൻ KPC പ്രസിഡന്റ് ഇതിനെ സാധൂകരിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹവും പറഞ്ഞത്. സനാതനധർമ്മം എന്ന് പറയുന്നത് വർണ്ണാശ്രമകാലത്തെ ഈ ചാതുർവർണ്ണയത്തിൻ്റെ ചില സംഗതികളെ അതിനെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കപ്പെട്ട ഒരു സംഗതിയാണെന്നും ശ്രീനാരായണ ഗുരുദേവൻ അതിനെതിരായിരുന്നുവെന്നും ഏതാണ്ട് പിണറായി വിജയൻ സഖാവ് പറഞ്ഞതിനെ പിന്തുണയ്ക്കുന്ന രീതിയിൽ തന്നെയാണ് സുധാകരൻ സഖാവും പറഞ്ഞത്. സാധാരണ അവർ തമ്മിൽ അഭിപ്രായത്തിൽ യോജിക്കുന്നതല്ല, പക്ഷേ അപൂർവമായി ഈ അഭിപ്രായത്തിൽ യോജിച്ചു. പക്ഷേ VD സതീശൻ പറഞ്ഞത് അതങ്ങനെ വർണ്ണാശ്രമമാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല, അത് വേദങ്ങളും സൂക്തങ്ങളും അതുപോലെ തന്നെ പുരാണങ്ങളിലൊക്കെ ഉൾക്കൊള്ളുന്ന ധർമ്മത്തിൻ്റെ അംശങ്ങൾ കൂടി ചേരുന്ന ഇന്ത്യൻ സംസ്കൃതിയുടെ ഒരു പാരമ്പര്യമാണെന്നാണ് പറഞ്ഞത്. ഇവരിൽ രണ്ടിലും ഭാഗികമായി ശരിയുണ്ടെന്ന് പറയാൻ കാര്യം എന്താണെന്നറിയുമോ? പിണറായി വിജയനും സുധാകരനും പറഞ്ഞത് ഈ സനാതനധർമ്മം എന്ന പേരിൽ പ്രായോഗികമായി ഈ രാജ്യത്ത് നടത്തിയിരുന്നത് മനുഷ്യനെ വർണ്ണങ്ങളുടെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന പീഡനങ്ങളുടെ ഒരു ഭൂതകാലമായിരുന്നു. അതിന് മറയാക്കി ഉപയോഗിച്ചിരുന്നത് അതാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ചാതുർവർണ്ണ്യം മായാസൃഷ്ടം എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് ചാതുർവർണ്ണ്യമെന്നും അതുപോലെ തന്നെ പലതിലും സ്ത്രീവിരുദ്ധവും അല്ലെങ്കിൽ പലതരത്തിലുള്ള മാനുഷികമായ തുല്യതയുടെ വിരുദ്ധവുമായ ഒരുപാട് സംഗതികൾ ചേർത്ത് വെച്ചാണ് അത് പ്രായോഗികമായി നടന്നിരുന്നത്. ആ അർത്ഥത്തിൽ ആ വർണ്ണാശ്രമ സങ്കല്പത്തെ ശ്രീനാരായണ ഗുരുദേവൻ എതിർത്തു എന്ന് പറയുന്നതും നവോത്ഥാന നായകരൊക്കെ എതിർത്തു എന്ന് പറയുന്നതും 100% ശരിയായ കാര്യമാണ്. പിന്നെ അതിനെ തിയററ്റിക്കലി പരിശോധിക്കുമ്പോൾ, ഞാനിത് പറഞ്ഞത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്, തിയററ്റിക്കലായിട്ട് പരിശോധിക്കുമ്പോൾ രേഖകളിലേക്ക് ചെല്ലുമ്പോൾ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലുമൊക്കെ മനുഷ്യത്വത്തെ അടയാളപ്പെടുത്തുന്ന, അതിനെ അംഗീകരിക്കുന്ന, അതിനെ തുല്യവൽക്കരിക്കുന്ന ചില ശ്ലോകങ്ങളും ചില ചരിത്രങ്ങളും ചില സൂക്തങ്ങളും ചില മന്ത്രങ്ങളും വേദങ്ങളുമൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതതിലുണ്ട്. അത് പ്രാഗ്മാറ്റിക്കല്ല, പ്രാഗ്മാറ്റിക്കായിട്ടുള്ള അനുഭവം, പ്രായോഗികമായിട്ടുള്ള അനുഭവം, അതിൻ്റെ നടത്തിപ്പിൻ്റെ അനുഭവം പീഡനം തന്നെയായിരുന്നു ഒരു കാലത്ത് എല്ലാ സ്ഥലത്തും. അതിപ്പോൾ ഈ പറയുന്ന സതി അനുഷ്ഠിക്കൽ മുതൽ പിന്നെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും വരെയുള്ള എല്ലാ സംഗതികളും, കുഴിയിൽ കഞ്ഞി കൊടുക്കുന്നതെല്ലാം സനാതനധർമ്മത്തിൻ്റെ മറ പിടിച്ചാണ് ഉപയോഗിച്ചത്. എന്നാൽ അതിനെ ആഴത്തിൽ പഠിച്ചു ചെല്ലുമ്പോൾ ഈ മറ്റവർക്ക് സാധൂകരിക്കാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ശക്തമായ ചില തുല്യതയുടെ സൂക്തങ്ങളും വേദങ്ങളും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് ഒരു വ്യത്യാസം. സിംപ്ലി പറഞ്ഞാൽ ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എന്ന് പറയുന്നത് മർമ്മപ്രധാനമായൊരു സംഗതിയാണ്. അതവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് ഒരു ഭരണാധികാരി
അതവിടെ വെച്ചുകൊണ്ട് അയാളുടെ കൊള്ളരുതായ്മകൾ മുഴുവൻ നടത്തുകയാണെങ്കിൽ പ്രായോഗികമായി ജനം അനുഭവിക്കുന്നതും ജനം ആ പീഡനങ്ങളിൽ പറയുന്നതും ജനാധിപത്യം ഇത്ര ഭീകരമാണോ എന്നുള്ള തരത്തിലായിരിക്കും. പക്ഷേ അതിൻ്റെ പുസ്തകത്താളുകളിലേക്ക് ചെല്ലുമ്പോൾ നന്മയുടെ ഒരുപാട് വശങ്ങൾ കണ്ടെന്നും വന്നേക്കാം. അതുകൊണ്ട് തന്നെ നിർഭയമായി അത് പറയാൻ ധൈര്യം കാണിച്ചത് മുഖ്യമന്ത്രി തന്നെയാണ്. അതിനെ പിന്തുണച്ചത് സുധാകരൻ തന്നെയാണ്. യഥാർത്ഥത്തിൽ അതിനെ മൊത്തത്തിലങ്ങ് അതിൻ്റെ പ്രായോഗികതയും അതിൻ്റെ നടത്തിപ്പ് രീതിയും എല്ലാം ഭാരതീയത്തിൻ്റെ പാരമ്പര്യമായിരുന്നു എന്ന് വി ഡി സതീശൻ പറഞ്ഞതായി ഞാൻ കണ്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായും തെറ്റായ സംഗതിയാണ്. എന്നാൽ അതിനുള്ളിൽ മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും ലോകം മുഴുവൻ ഒരു പക്ഷിക്കൂടായി ഭവിക്കട്ടെ എന്നൊക്കെ പറയുന്ന ചില തുല്യതയുടെയും ഒക്കെ സന്ദേശങ്ങൾ കാണുകയും ചെയ്യാം. അതാണ് ആ വൈരുദ്ധ്യത്തിൻ്റെ ആ വ്യത്യാസത്തിൻ്റെ അകമ്പൊരുൾ.